കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. കരുളായി നെടുങ്കയം ട്രൈബൽ വില്ലേജിൽ സ്ഥാപിച്ച സോളാർ ഹൈമാസ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു. മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒരു വികസനത്തിന് തടസ്സം പ്രതിസന്ധിയാണെങ്കിൽ ആ പ്രതിസന്ധി തരണം ചെയ്ത് വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം എനിക്ക് ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചു എന്നാണ് ഈ ഉദ്ഘാടന സമയത്ത് പറയാനുള്ളത്. സകലമാന ഒരു കുടുക്കഴിക്കുമ്പോൾ വേറൊരു പ്രശ്നങ്ങളായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും തിരുവനന്തപുരത്ത് പോയി നമ്മളെ കുറേ നാളുകൾ അവിടെ പോയി നിന്ന് അത് പ്രശ്നം പരിഹരിച്ചു. അത് കൃത്യമായിട്ട് ഇത് ഇലക്ഷന് മുമ്പ് പൂർത്തീകരിക്കേണ്ടതായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് നെടുങ്കയം ട്രൈബൽ വില്ലേജിൽ സോളാർ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. വനത്തിനുള്ളിലെ ആദിവാസി കേന്ദ്രമായതിനാൽ കാട്ടാന, പുലി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇവിടെയെത്തി നാശം വരുത്തുന്നത് പതിവായിരുന്നു. ഇവിടുത്തുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ വന്യമൃഗശല്യത്തിന് ലൈറ്റ് പ്രവർത്തന സജ്ജമാവുന്നതോടെ ഒരു പരിധിവരെ ആശ്വാസമാവും. ജില്ലാ പഞ്ചായത്ത് മൂത്തേടം ഡിവിഷൻ മെമ്പർ റൈഹാനത്ത് കുർമാടൻ അധ്യക്ഷയായി. കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T സുരേഷ് ബാബു, വാർഡ് മെമ്പർ NK രഹന, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിപിൻ കരുവാടൻ, സലീം മുണ്ടോടൻ, കരുളായി വനം റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാൻ, ഊരുമൂപ്പൻ ശിവരാജൻ, കക്കോടൻ അബ്ദുൾ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുളായി.